നമസ്കാരം. ഏതൊരു ഗവൺമെന്റിന്റെയും പ്രാഥമികമായ ഉത്തരവാദിത്വം ആ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സംരക്ഷണമാണ്, പാവങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വമാണ്. ഒരു രാജ്യത്തിലെ ഭരണാധികാരികളിൽ നിന്നും ഏതൊരു പൗരനും മിനിമം പ്രതീക്ഷിക്കുന്നത് ഈ സുരക്ഷിതത്വമാണ്. ബാക്കിയെല്ലാം അതിനുശേഷം മാത്രമേ വരുന്നുള്ളൂ. സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യത്തെ 10 കൊല്ലത്തിനുള്ളിൽ നെഹ്റു ഗവൺമെന്റ് ഈ സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. ഒരു പ്രോപ്പർ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിരുന്നു. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ നെഹ്റു അതിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വേണം കരുതുവാൻ. സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതത്തിൽ വർഗീയ കലാപങ്ങൾ കൂടുകയാണ് ഉണ്ടായത്. 47-നും 64-നും ഇടയിൽ, അതായത് നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 247 വലിയ വർഗീയ കലാപങ്ങൾ ഭാരതത്തിൽ നടന്നിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയോ ഇതിനേക്കാൾ കുറവോ ആയിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ വർഗീയ കലാപങ്ങളുടെ സ്ഥിതി. 1951 സെപ്റ്റംബർ 27-ന് നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ നടത്തിയ പ്രസംഗത്തിൽ നിന്നും ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ഷെഡ്യൂൾഡ് കാസ്റ്റുകളോടുള്ള നെഹ്റുവിന്റെ സമീപനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഇത് ഉപകരിക്കും. ഇതാണ് അംബേദ്കർ പറയുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഞാൻ കാണുന്നിടത്തോളം അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അവരോടുള്ള വിവേചനം പഴയതിലും മോശമായ രീതിയിൽ ഇന്നും തുടരുന്നു. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലുമായി 100 കണക്കിന് ഉദാഹരണങ്ങൾ എനിക്ക് കാണിച്ചു തരുവാൻ സാധിക്കും. പോലീസ് അവരുടെ പരാതി കേൾക്കുവാനോ സഹായിക്കുവാനോ തയ്യാറാകുന്നില്ല. അവരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെ സ്ഥിതിക്ക് സമാനമായി ലോകത്ത് മറ്റേതെങ്കിലും സമാനതകളുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. എന്നിട്ടും എന്തേ ഗവൺമെന്റ് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല? മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ഗവൺമെന്റ് കാണിക്കുന്ന താല്പര്യം നോക്കൂ. പ്രധാനമന്ത്രിയുടെ മുഴുവൻ സമയവും ശ്രദ്ധയും മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിലാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമാണോ സംരക്ഷണം വേണ്ടത്? ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും സംരക്ഷണം വേണ്ടേ? അംബേദ്കറിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റിനോടും ഷെഡ്യൂൾഡ് ട്രൈബിനോടുമുള്ള തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിന് പകരം അംബേദ്കറെ തന്നെ ഇല്ലാതാക്കുവാനാണ് നെഹ്റു ശ്രമിച്ചത്. 1951-ൽ നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ അംബേദ്കറുടെ പരാജയം ഉറപ്പാക്കുവാൻ നെഹ്റു അദ്ദേഹത്തിനെതിരെ പ്രചാരണത്തിനിറങ്ങി. ബഹുമുഖ പ്രതിഭയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഭാരതത്തിന്റെ മുന്നോട്ടു പോക്കിൽ പല രീതിയിലും ഉപയോഗിക്കുവാൻ സാധിക്കുമായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അംബേദ്കറിൻ്റെത്. എല്ലാ അർത്ഥത്തിലും മൾട്ടി ഡയമെൻഷണൽ ടാലന്റഡ് പേഴ്സണാലിറ്റി. നമുക്കറിയാവുന്ന അംബേദ്കർ ഭരണഘടനാ ശില്പിയായ അംബേദ്കറാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും എക്സ്പീരിയൻസും ഒക്കെ ധനതത്വശാസ്ത്രത്തിലാണ്, നിയമത്തിലായിരുന്നില്ല. ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടേലും ആദ്യ ധനമന്ത്രി അംബേദ്കറും ആകണമായിരുന്നു. ഭാരതത്തിന്റെ രണ്ടാമത്തെ പ്രധാനമന്ത്രി അംബേദ്കർ ആകണമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ച് 15 വർഷത്തിനുള്ളിൽ ഭാരതം ഒരു ഫസ്റ്റ് വേൾഡ് രാജ്യമായേനെ. നിർഭാഗ്യവശാൽ നമ്മൾ നെഹ്റുവിയൻ സോഷ്യലിസം ഒക്കെ പിന്തുടർന്നത് കൊണ്ട് 75 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നും പട്ടിണി മാറ്റുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 കൊല്ലങ്ങൾക്കിപ്പുറവും നമ്മുടെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥയും സ്ത്രീ പീഡനവും ആദിവാസി ദളിത് പീഡനങ്ങളും ഇന്നും നടക്കുന്നു. ഭാരതത്തിൽ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുവാനും മതേതരത്വം ഉണ്ടാക്കുവാനും ഒക്കെ ഉള്ള ഫൗണ്ടേഷൻ നെഹ്റുവാണ് ഇട്ടതെന്നാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം അറ്റ്ലീസ്റ്റ് 75 കൊല്ലം കഴിഞ്ഞെങ്കിലും ഈ പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമാകേണ്ടതല്ലേ? അത് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം നെഹ്റു അടക്കമുള്ള കോൺഗ്രസ്സുകാർ മതേതരത്വത്തെക്കുറിച്ചും ജാതി വ്യവസ്ഥ ഇല്ലാത്ത സമൂഹത്തെക്കുറിച്ചും ഒക്കെ ധാരാളം വാതോരാതെ സംസാരിച്ചു. വേണ്ട നടപടികൾ ഉണ്ടാക്കിയില്ല. സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ എന്താണ് മതേതരത്വമെന്നും എന്താണ് സ്ത്രീകളുടെ അവകാശമെന്നും ഒക്കെ സ്കൂളുകളിൽ പഠന വിഷയമായിരുന്നുവെങ്കിൽ അടുത്ത ഒരു തലമുറ ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ വളർന്നു വന്നേനെ. അത് അസാധ്യമായ കാര്യമായിരുന്നില്ല. പക്ഷേ നെഹ്റു അടക്കമുള്ള കോൺഗ്രസ്സുകാർ അതൊന്നും ചെയ്തില്ല. ഇവിടെ മതേതരത്വത്തിന്റെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന സകല പാർട്ടികളും വെറുതെ സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവരൊന്നും ചെയ്തിട്ടില്ല. സമൂഹത്തിൽ അസമത്വവും ജാതി വ്യവസ്ഥയും നിലനിൽക്കണം എന്നതാണ് അവരുടെ ആവശ്യം. അതാണ് അവരുടെ വോട്ട് ബാങ്ക്. ജാതിരഹിത സമൂഹത്തെക്കുറിച്ചൊക്കെ ഘോരം പ്രസംഗിക്കും. എന്നിട്ട് അവർ ചെയ്യുന്നതോ ജാതി സെൻസസ് നടപ്പാക്കും. എന്നിട്ട് സമൂഹത്തിനെ പല കമ്പാർട്ട്മെന്റിലാക്കി നിലനിർത്തും. ഇതാണ് കോൺഗ്രസിന്റെ അടിസ്ഥാന സ്വഭാവം. അവർ ചിന്തിക്കുന്നതല്ല പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.